ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ എക്സ്ട്രീം വ്ലോഗേഴ്സ്. മിനിഞ്ഞാന്ന് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി ഒന്ന് വീഡിയോ കാണാം. ഈ ചാനലിൽ എന്തൊക്കെയുണ്ടെന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊരു ഊഹം കിട്ടും. കണ്ടന്റ് എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു ഊഹം കിട്ടും. നമ്മ ഇന്ന് ഫോക്കസ് ചെയ്തത് ഓഫ് റോഡാണ് നമ്മ ഇന്ന് പോണത്. അപ്പൊ നമ്മ ഇന്ന് ഹെൽമെറ്റ് ഒന്നും വെക്കാണ്ടാണ് റൈഡ് ചെയ്യണത്. നിങ്ങൾ പിന്നെ റൈഡ് ചെയ്യണമെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് റൈഡ് ചെയ്തോളൂ. നമ്മ ഈ പറഞ്ഞ പോലെ നേരത്തെ ഓടിച്ചിട്ടുള്ള എപ്പോഴും ഓടിക്കുന്ന ട്രാക്ക് ആയതുകൊണ്ട് നമ്മ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മ ഇതൊന്നും വെക്കാണ്ട് റൈഡ് ചെയ്യണത്. നിങ്ങൾ അതൊക്കെ വെച്ച് സേഫ് ആയിട്ട് റൈഡ് ചെയ്തോളൂ. പിന്നെ നമ്മള് ലോങ് ട്രാക്ക് ഒന്നുമല്ല. നമ്മ ഇംഗ്ലീഷ് ചാനൽ കാണുന്ന പോലെ 2 കിലോമീറ്റർ ഒന്നും ഇല്ല ട്രാക്ക്. ആകപ്പാടെ 100 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മ മാക്സിമം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് ഗ്രൗണ്ട്. ഞാൻ ഇപ്പുറത്തിരിക്കുന്ന സൈഡിലാണ് ഗ്രൗണ്ട്. ഇത് ക്യാമറമാന്റെ വീടും. അവിടെ മൊത്തം വെള്ളം കയറി കിടക്കണാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ബൈക്ക് പറഞ്ഞ ഫയർബോക്കിന്റെ ആണ്. ഇത് ഞാൻ പറയില്ല പക്കാ ഡ്രൈവറിൽ ഓടിക്കുന്ന ബൈക്കാണെന്ന്. കാരണം ഇതെല്ലാം ബേസ് മോഡലാണ് വന്നത്. ഹിമാനോട് എന്നാണ് വന്നത്. എല്ലാം ബേസ് മോഡലാണ്. സാധാരണ കാണുന്ന ബൈക്ക് എങ്ങനെയാണോ അതേപോലെ ഇതിരിക്കണത്. ഇതിന്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു കൂട്ടാൻ സൈക്കിൾ ഉണ്ട്, ആ ഓഫ് റോഡ് എന്ന് പറഞ്ഞത്. അതിന്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ വന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മ ഇന്ന് ഓഫ് റോഡാണ്. നമുക്ക് വീട്ടിലേക്ക് പോവാം. എടപ്പ പോയല്ലേ ഇതേ നമ്മ റൈഡ് ചെയ്യാൻ പോണത്. എൻ്റെ അമ്മോ, ഇതൊരു ഒന്നര ഇതാട്ടോ ചെളി. ഞാൻ നോക്കിട്ട് ഷടാ പിന്നെ അതിൻ്റെ പേട്ടാ നോക്കിനി. എനിക്കിനി ചെളിയില് സൈക്കിള് പാവം നമ്മളെ ഇതിന് തോന്നിയതിനൊക്കെ കൂട്ടി നിന്നിട്ട് ചെയ്യുമ്പോ ഈ നമ്മൾ സൈക്കിളിനൊക്കെ സൂക്ഷിക്കണല്ലോ വയസ്സ് ചെയ്യുമേ. പൊന്നെ നമ്മിനി ഓഫ് റോഡിങ് വീഡിയോ നമ്മൾ ഗോപ്രോ വാങ്ങിക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു വളർന്നു വന്ന യൂട്യൂബർ എന്ന രീതിയിൽ നിങ്ങൾ എല്ലാം ഈ ചാനലിൻ്റെ ഇത് തന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഗോപ്രോ പോലും നമുക്കില്ല. ആകപ്പാടെ ട്രൈപോഡും ഫോണും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ നല്ല രീതിക്ക് അറിയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യും, സബ് ചെയ്യും, ഷെയർ ചെയ്യും. സൈക്ലിംഗ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ദേ വന്നു നിങ്ങളെ വെച്ച്. ഓക്കെ വൈൻഡപ്പ് ചെയ്യട്ടാ. നോക്കി അയ്യോ വൈൻഡപ്പ് ചെയ്യാ. വൈൻഡപ്പ് ചെയ്യല്ലടാ. പിന്നെ അല്ല മറ്റേ ഡയലോഗ് പഠിച്ചു വെച്ചിട്ടാണ്. അപ്പൊ ഓക്കെ, ആ ചേട്ടൻ നമ്മളവിടെ ഒരു ഇത് വന്നത്. ആ ചേട്ടൻ അവിടെ അഴിക്കണേരുന്നത് ഈ കണ്ട. ഞാനിവിടെ കെട്ടി വെച്ചിട്ടായിരുന്നു. ഇവിടെ കെട്ടി ടൈപ്പോടി ഇവിടെ വരും. എന്നിട്ട് ഇവിടെ കെട്ടിയിട്ടാണ് നിങ്ങൾക്കെല്ലാം കാണിച്ചു തന്നത്. അങ്ങനെയാണ് കാണിച്ചു തന്നത്. ആ ചേട്ടൻ വിളിച്ച് ഞങ്ങൾ ചെയ്തതിന് അടിപൊളിയായിരുന്നില്ലേ? കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ വെള്ളം ഇതുകൊണ്ടാണ് നമുക്കിത് ഇതായത്. അല്ലെങ്കിൽ ഇത് ഈ കണ്ട സസ്പെൻഷനൊക്കെ എൻ്റെ പൊന്നിനി നല്ല രീതിക്ക് കഴുകേണ്ട മുതലാണ്. ഇനി നല്ല രീതിക്ക് കഴുകണം. ഇനി ഞാൻ നിങ്ങൾ കാണിച്ചത് ഇതാണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ട സൈക്കിൾ നല്ല രീതിക്ക് ചെളിയായിട്ട് കട്ട പിടിച്ചിരിക്കണമെന്നില്ല, അങ്ങനെ രീതിയിലാണ്. പിന്നെ നമ്മ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പ്ലാനൊക്കെ ഇട്ടുണ്ട്. കുറെ സ്ഥലത്ത് പോകണം, അവിടെ ഓഫ് റോഡ് ചെയ്യണം എന്നൊക്കെ പ്ലാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വെള്ളം കണ്ടപ്പോ തന്നെ നിർത്തിനാ. നമ്മ 3 ട്രാക്ക് ചെയ്തില്ലേ? 3 ട്രാക്ക് നമ്മ ചെയ്ത്. എന്നിട്ട് അവിടെ വെള്ളം ഇതിന് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടാ. അപ്പൊ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി മൺസൂണിൽ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഓഫ് റോഡിങ് വീഡിയോസ് ഒക്കെ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഓഫ് റോഡിങ് വീഡിയോസ് ഉള്ളൂ. കാരണം സൈക്കിൾ നല്ലോണം ചെളിയായിട്ടുണ്ട്. ഇനിയിപ്പോ കഴുകിയെടുക്കണം. ഓക്കെ ബൈ. അപ്പൊ ഓക്കെ, നാളെ ഇൻട്രോ പറയുന്നത് ഡിയോൺ. ഓക്കെ, സൈനിങ് ഔട്ട്.